ഇതുപോലെ ഒന്നൊന്നര ചിക്കൻ കറിയാണ്. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ മേടിക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കും. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാമല്ലോ, ഇപ്പം അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള മിക്ക ആൾക്കാർക്കും പനി, വൈറസ് പനിയൊക്കെയാണ്. എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. നമുക്കതേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ശരി, നമുക്കിന്ന് കുറച്ച് കാന്താരിമുളക് ഇട്ടിട്ടുണ്ട്. നല്ല നാടൻ കാന്താരിമുളക്. 1 കിലോ ചിക്കനും വെച്ച് നല്ല അടിപൊളി ഒരു ഐറ്റം എന്ത് ചെയ്യുക എന്നാൽ കാന്താരി ചിക്കൻ വേണമെങ്കിൽ അങ്ങനെയും പറയാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ അതെങ്ങനെ ആക്കിയെന്ന് നോക്കാം. ഇത് കണ്ടോ, ഈ കാന്താരി കേട്ടോ, നല്ല വെള്ള കാന്താരി. ഇപ്പോൾ അടുത്തൊരു പറമ്പിൽ ഇത് പറിച്ചാണ്. അപ്പോൾ കാന്താരി ചിക്കന് വേണ്ടി ആദ്യമേ തന്നെ നമുക്കൊരു പാത്രം ഇങ്ങോട്ട് എടുത്തിട്ട്, ഇത് ഏകദേശം 1 കിലോ ചിക്കനുണ്ട്. ഈ കാലിൻ്റെ ഭാഗം ഞാനൊന്ന് വരഞ്ഞെടുത്താണ് കേട്ടോ. അത് ഈ പാത്രത്തിലോട്ടിട്ടു. നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണം അത് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ കാന്താരി ചിക്കൻ ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള രീതിക്കാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ പാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1 കിലോ ചിക്കനുണ്ട്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്, നമുക്കൊരു കളറിനൊക്കെ വേണ്ടിയാണ്. മസാലപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ. ഞാൻ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അടുത്തായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുക. ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി, അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ ശേഷം അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. ഇതിപ്പം ഞാനുള്ള നീരുണ്ട് ഇത് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരൂടെ അങ്ങോട്ട് ചേർക്കുക. ഇപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നാലും ഇതെല്ലാം കൂടെ പിടിക്കത്തുള്ളൂ. ചിക്കനിലോട്ട് മസാലയൊക്കെ ഒന്ന് ചെല്ലത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം സ്പൂണും കൊണ്ട് ഇളക്കിയാൽ ശരിയാകത്തില്ല. കൈ കൊണ്ടാകുമ്പോഴത്തേക്ക് എല്ലായിടത്തും അത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അത് കൈ കൊണ്ടൊന്ന് ഇളക്കി റെഡിയാക്കിയത്. ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്നിരിക്കട്ടെ, കാരണം ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പം ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനമൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇതേപോലെ ഒരു ജാർ എടുത്തിട്ട്, ഇത് വെള്ളക്കാന്താരി, മറ്റേ ചെറിയ കാന്താരി ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മുടെ അവിടെ ഇതാണ് ഇപ്പം കിട്ടിയത്. അപ്പം ഇത് ഒരു പിടി ഏകദേശം ഒരു 10-25 ഉണ്ട്. അപ്പോൾ എരിവിന് പാകത്തിന് വേണം. ഇത് ഒരുമാതിരി എരിവൊക്കെ ഉള്ളതാണ്. അപ്പോൾ എരിവിന് പാകത്തിന് വേണം ഈ മുളക് എടുക്കാനായിട്ട്. അപ്പോൾ അത് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയും വേണ്ടത്, ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം അളവിൽ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ച് വെച്ചാണ്. അപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് നമ്മൾ കുറച്ച് എടുക്കുകയാണ്. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ കണക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് മല്ലിയില, ഒരു പിടി മല്ലിയില അരിഞ്ഞത്, ഇതേപോലെ ഒരു പിടി പുതിന അതിലിട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു പിടി അണ്ടിപ്പരിപ്പ് അതിലിട്ട് കൊടുക്കുക. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ചേർത്തതെന്ന് വെച്ചാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ്, ഇച്ചിരി കൊഴുപ്പുമൊക്കെ കിട്ടും. അതിന് വേണ്ടിയാണ് ഇത് ചേർത്ത് വയ്ക്കുന്നത്. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കാരണം ഇത് അരയത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി ഇതൊന്ന് അരച്ചെടുത്തോട്ട് ഇപ്പോൾ വരും. അപ്പോൾ അതേടെ ഇതേപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഈ പാത്രത്തിനകത്താണ് നമ്മൾ ആ കറി റെഡിയാക്കുന്നത്. ഇപ്പോൾ പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ ആ കാന്താരി ചിക്കൻ നമുക്ക് റെഡിയാക്കാം. ചൂടായതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുത്താണ്. അതേപോലെ ന്യായമായിട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നു അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ ഒരു 2 തണ്ട് കറിവേപ്പില ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും.
ഉള്ളിയൊക്കെ തേണ്ട ഇതേപോലെ ഒന്ന് വഴറ്റി വരുന്നുണ്ട്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇനി ചെയ്യാനുള്ളത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് ഐറ്റങ്ങളൊക്കെ ചേർക്കണം. ചിക്കൻ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂണ് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ 2-3 ഐറ്റം പൊടികൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. കാര്യം കാന്താരി മുളക് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ചിക്കൻ്റെ അകത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് അധികം എരിവൊന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം വളരെ കുറച്ചാണ് ഞാൻ എരിവൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി ഇതിൻ്റെ ആ പച്ചച്ചുവ ഒന്ന് മാറും. നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഏകദേശം ഒരു 10-20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇട്ടു കൊടുക്കും. ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കും. ഇളക്കി നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. അതിന് ശേഷം വേണം ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ. നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഐറ്റം എല്ലാം അങ്ങോട്ട് ഇട്ടു. ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ഇടുകയാണ്. കാര്യം ഗ്രേവിക്ക് ഉപ്പ് കാണത്തില്ല. നമ്മൾ ചിക്കൻ മാത്രമല്ലേ ഇട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ്. ഇനി ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ചിക്കൻ നല്ലപോലെ വേകണം. 5 മിനിറ്റല്ലേ ആയുള്ളൂ. ബാക്കി സമയം കൂടി ഇരിക്കട്ടെ. അതായത് വേഗതരം വരെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല കൊതിപ്പിക്കുന്നൊരു മണമാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കത് ടേസ്റ്റും ചെയ്ത് നോക്കണം. എന്തെങ്കിലും പോരാഴിക്കുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ കാന്താരി ചിക്കൻ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നേരത്തെ ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് അരപ്പ് ചേർത്ത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും പോരാഴിക്കുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരല്പം ഉപ്പ് പൊടിയുടെ കുറവുണ്ട്. വേറെ എല്ലാം ഓക്കെ. അപ്പം നിങ്ങൾക്ക് എരിവ് ഇതിപ്പോൾ കറക്റ്റ് എരിവേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കാന്താരിയുടെ പൊട്ടിച്ചിടുക. അതല്ലെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത്. ഇതിപ്പോൾ മീഡിയം രീതിയിലുള്ള എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മളൊന്നുകൂടെ മൂടി വെക്കുകയാണ്. ഇനി ചിക്കൻ ഒന്ന് വേകട്ടെ. ഇപ്പോൾ കുറച്ച് സമയമായി കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്തെന്ന് നോക്കണ്ടേ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു കഷ്ണം എടുത്തൊന്ന് ഇങ്ങനെ കുത്തി നോക്കുക. ഞാൻ ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നല്ല കൊതിപ്പിക്കുന്ന രീതിയിൽ നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ മണം അടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. ഏതായാലും ഇത് റെഡി ആയതിനു ശേഷം നമുക്ക് അടുപ്പൊക്കെ നിർത്താം. ഈ കറി ഒരു ബൗളിലോട്ട് മാറ്റാം. ചിക്കനും കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്ന അല്ലേ. ഒരു പക്ഷേ ഇതേപോലൊരു ഐറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ 1.5 ചിക്കൻ കറിയാണ്. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ മേടിക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കും. 2-3 പത്തിരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാന്താരി ചിക്കനെ അങ്ങോട്ട് പത്തിരിയും കൂടെ പീഡിപ്പിക്കണം. ചാറുമൊക്കെ അങ്ങോട്ട് ഒഴിച്ച്
ഏതായാലും കറി റെഡിയാക്കിയതിന് ശേഷം ഇനി നോക്കിയിരിക്കുന്നില്ല. ക്ഷമയുടെ നെല്ലിപ്പഴേ കണ്ടു. ഇനി എന്തായാലും ശരി, ഇത് കഴിച്ചിട്ടുള്ള കാര്യം. ഞാൻ ചെയ്തുകൊണ്ട് പറയാം കേട്ടോ, സൂപ്പർ കറി, അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കാവുന്നതാണ്, ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ. ടേസ്റ്റ് കേട്ടോ, അതിന് യാതൊരു സംശയമില്ല, അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് ഗ്രേവിക്ക് ഒക്കെ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കൊതിപ്പിക്കുന്ന രുചിയോടുള്ള ഒരു ചിക്കൻ കറി. ഇനി ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.